فبشرناه بغلام حليم. അല്ലാഹു പറയാ, അപ്പൊ ഇബ്രാഹിം നബിക്ക് സന്തോഷ വാർത്ത നൽകി. നിപുണനായ, സാമർത്ഥ്യമുള്ള, കഴിവുള്ള സാലിഹായ കുട്ടിയെ ഞാൻ തരും. فلما بلغ معه السعي قال يا بني إني أرى في المنام. അങ്ങനെ ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി ഇബ്രാഹിം നബിയോടൊത്ത് കളിക്കാനും ചാടാനും. ഇതിന്റെ തഫ്സീർ വരുത്തിയാൽ ഇസ്മായിൽ നബിക്ക് 7 വയസ്സ് അല്ലെങ്കിൽ 13 വയസ്സ് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കുട്ടിക്ക് 7 വയസ്സായപ്പോ സ്വപ്നം വന്നു, അറക്കണം. എന്താ അതിന് കാരണമുണ്ട്. ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയുടെ കയ്യിൽ പിടിച്ചിങ്ങനെ നടക്കുകയാണ്. നടന്നപ്പോ മലക്കുകൾ പറഞ്ഞു, ഓ നോക്ക്, വലിയ ഖലീലാണ്. ഒരു കുട്ടിയെ കിട്ടിയപ്പോ എല്ലാം മറന്നു. പ്രായമായപ്പോ ഒരു കുട്ടിയെ കിട്ടി, ഒരു ഖലീലാണ്. നിങ്ങളുടെ ഖലീലല്ലേ അല്ലാഹ്, നിന്റെ ഖലീലല്ലേ. നോക്ക്, ഇപ്പൊ ഒരു കുട്ടിയെ കിട്ടിയപ്പോ ഭയങ്കര ഓമന, ഭയങ്കര ലാളന, ഭയങ്കരമായ മുത്തം കൊടുക്കും. കണ്ടാ നടക്കുന്ന ഇപ്പൊ എല്ലാം പോയി. അല്ലാഹ് പറഞ്ഞു, എന്റെ ഇബ്രാഹിമിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം, നോക്കിക്കോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, സ്വപ്നത്തില് ഒരു അപരിചിതൻ വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ കൽപ്പനയാണ് നിങ്ങളുടെ കുട്ടിയെ അറക്കണം. ആദ്യം ഇബ്രാഹിം നബി വിചാരിച്ചു ഇത് അള്ളാഹുവിൽ നിന്നാണോ അതല്ല പിശാചിന്റെ ഭാഗത്ത് നിന്നാണോ. രണ്ടാമത്തെ ദിവസം വീണ്ടും സ്വപ്നം കണ്ടു. മൂന്നാമത്തെ ദിവസം വീണ്ടും സ്വപ്നം കണ്ടു. അപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബിയോട് പറഞ്ഞത്, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഞാൻ നിന്നെ അറക്കാൻ പോയാണ്, നിന്റെ അഭിപ്രായം എന്താണ്? എന്തിനാണ് നിന്റെ അഭിപ്രായം ചോദിച്ചത്? ഇസ്മായിൽ നബി വേണ്ട എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി വേണ്ടാന്ന് വെക്കോ? ഇസ്മായിൽ നബി വേണ്ട എന്ന് പറഞ്ഞാൽ പോലും ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറൂല. പിന്നെ എന്തിനാണ് ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയോട് അനുവാദം ചോദിച്ചത്? അലൈഹിസ്സലാം. ഇതിനാണ് അള്ളാഹ് പറഞ്ഞു, നിപുണനായ ഒരു കുട്ടിയെ നിനക്ക് തരുമെന്നാണ്. ഫബശർനാഹു ബിഗുലാമിൻ ഹലീം. അള്ളാഹ് പറഞ്ഞത് നിപുണനായ സാലിഹായ ഒരു സന്താനത്തെ നിനക്ക് തരുമെന്നാണ്. അറിയണം എനിക്ക് സാലിഹാണോ. സാലിഹാൻ. യാ അബതി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹ്. ചെയ്ത ഉപ്പ. അങ്ങനെ ഇസ്മായിൽ നബീനെ കിടത്തി. ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽജബീൻ. ഇസ്മായിൽ എന്ന പൊന്നുമോനെ കിടത്തുകയാണ് അറക്കാൻ വേണ്ടി. അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇസ്മായിൽ നബി ആ സന്ദർഭത്തിൽ 5 വസിയത്ത് നടത്തി. ആര്? ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹിസ്സലാം. ബഹുമാനപ്പെട്ട ചരിത്രം കേട്ടോണ്ടിരിക്കുക. അലൈഹിസ്സലാം കിടത്തിയപ്പോ ഇസ്മായിൽ നബി 5 വസിയത്ത്. യാ അബതി, അല്ലയോ എന്റെ ഉപ്പ, ഉഷ്ദുദ് ബാതി അലയ്യ. ഉപ്പ, നിങ്ങൾ എന്നെ അറക്കുമ്പോ നിങ്ങൾ ആ കയറുകൾ കൊണ്ട് എന്റെ കൈകാലുകൾ മുറുക്കി കെട്ടണം. ഉപ്പ, ശക്തമായി കിട്ടണം. കാലുകളും കൈകളും നന്നായി ബന്ധിപ്പിക്കണം. എന്തിനെന്നറിയോ? അങ്ങ് അറക്കുമ്പോ എന്റെ കൈകാലുകൾ ഇട്ട് ഞാൻ അടിക്കുമ്പോ അങ്ങ് ചിലപ്പോൾ ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറിയാലോ. പിന്മാറാൻ പാടില്ല, വലിച്ചു മുറുക്കി കെട്ടണം. 2, ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി തന്റെ പിതാവിനോട് പറയുന്നു, ഉപ്പ, രണ്ടാമത് എനിക്ക് അങ്ങയോടൊരു വസിയത്തുണ്ട്. അങ്ങ് എന്നെ അറക്കുമ്പോ അങ്ങ് മലർത്തി കിടത്താൻ പാടില്ല. അങ്ങ് ഒന്നുകിൽ എന്നെ ചരിച്ചു കിടത്തണം, അതല്ലെങ്കിൽ കമിഴ്ത്തി കിടത്തണം. മലർത്തി കിടത്തിയാൽ എന്നെ അങ്ങ് അറക്കുമ്പോ എന്റെ മുഖം കാണുമ്പോ അങ്ങേക്ക് ചിലപ്പോൾ ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറാൻ തോന്നിയാലോ. അതുകൊണ്ട് അരുതുപ്പ, എന്നെ കമിഴ്ത്തിയ കിടത്താവൂ.
3 ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ഉപ്പയോട് പറയുന്നു, ഉപ്പ, അങ്ങനെ അറക്കുമ്പോ അങ്ങയുടെ വസ്ത്രം ഉയർത്തിപ്പിടിക്കണം. അങ്ങനെ അറക്കുമ്പോ അങ്ങയുടെ വസ്ത്രം ഉയർത്തിപ്പിടിക്കണം. എന്റെ കഴുത്തിൽ നിന്ന് തെറിച്ചു വീഴുന്ന രക്തത്തുള്ളികൾ അങ്ങയുടെ വസ്ത്രത്തിൽ പുരണ്ടാൽ എന്റെ ഉമ്മ കണ്ടു കഴിഞ്ഞാൽ അവർ അതീവ ദുഃഖിതയായി പോവും, അവര് താങ്ങൂല. അതുകൊണ്ട് ഉപ്പ, അങ്ങയുടെ വസ്ത്രം ഉയർത്തിപ്പിടിക്കണം. 4 ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവിനോട് പറയുന്നു, ഉപ്പ, അങ്ങ് അറക്കാൻ ഉപയോഗിക്കുന്ന കത്തിക്ക് നല്ലതുപോലെ മൂർച്ച കൂട്ടണം. 5 ഫഖറഉ മിന്നീ അസ്സലാം. ഉപ്പ, എന്നെ അറത്ത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ എന്റെ പുന്നാര ഉമ്മയങ്ങ് കാണുമല്ലോ. ആ ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് പറയണം, ആ ഉമ്മയുടെ പുന്നാര മകൻ ഇസ്മായിൽ സലാം പറഞ്ഞിട്ടുണ്ടുപ്പാ. ഉമ്മ, എന്റെ ഒരു സലാം അങ്ങൊന്നു പറയണേ ഉപ്പാ. 5 വസിയത്താണ്. അങ്ങനെ അറക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അറുത്തു, ദൗത്യം പൂർത്തീകരിച്ചു. വനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖത الرؤيا ഇന്നാ കദാലിക നജ്സിൽ